തൃശൂരിൽ CPM-നുള്ളിലെ വിഭാഗീയത മറനീക്കി പുറത്തേക്ക്. മുതിർന്ന നേതാവ് ബിന്നി ഇമ്മട്ടി യുവനേതാവിനെതിരെ നൽകിയ പരാതിയിൽ അന്വേഷണ കമ്മീഷനെ ജില്ലാ കമ്മിറ്റി നിയോഗിച്ചു. തൃശൂർ ഏരിയ കമ്മിറ്റിയിൽ ഉയർന്ന പരാതി പിന്നീട് ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തുകയായിരുന്നു. പരാതിയുടെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വ്യാപാരി വ്യവസായ സമിതിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റും നിലവിലെ എക്സിക്യൂട്ടീവ് അംഗവുമായിട്ടുള്ള ബിന്നി ഇമ്മട്ടിയാണ് ഈ യുവ നേതാവിനെതിരെ പരാതി നൽകിയിട്ടുള്ളത്. ഈ കരുവന്നൂർ കേസിൽ ഉൾപ്പെടെ ചോദ്യം ചെയ്യൽ നേരിട്ടുകൊണ്ടിരുന്ന അനൂപ് ഡേവിസ് കാടയ്ക്കെതിരെ, കോർപ്പറേഷൻ കൗൺസിലർ കൂടിയാണ്, ഈ അനൂപ് ഡേവിസ് കാടയ്ക്കെതിരെയാണ് ഈ പരാതി ഉയർന്നു വന്നത്. ആദ്യം ഈ സംഭവമൊക്കെ ചൂണ്ടിക്കാട്ടി തന്നെ ഏരിയ കമ്മിറ്റിയിൽ പരാതി നൽകിയിരുന്നു. അവിടെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി അടക്കം ഇരുന്നുകൊണ്ട് ഈ ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോയി. അതിനുശേഷം ഈ പരാതി രൂക്ഷമായതോടുകൂടി തന്നെയാണ് ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തുന്നതും പിന്നീട് ഈ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുന്നതും. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ്, അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള ചന്ദ്രശേഖരൻ എന്നിവരാണ് ഈ അന്വേഷണ കമ്മീഷനിലുള്ളത്. ഈ ചന്ദ്രശേഖരനാണ് സഹകരണ മേഖലയുടെ കൂടെ ചുമതലയുള്ളത്. എന്തായാലും ഈ ഒരു വിഭാഗീയ അത് ഏരിയ കമ്മിറ്റിയിൽ മാത്രമല്ല പല ഭാഗങ്ങളിൽ നിന്നും അനൂപ് ഡേവിസ് കാടയ്ക്കെതിരെ പരാതി ഉയർന്നിരുന്നു. തിരിച്ച് ഈ ബിന്നി ഇമ്മട്ടിക്കെതിരെ ഏരിയ കമ്മിറ്റിയിൽ അനൂപ് ഡേവിസ് കാടയും ആരോപണം ഉന്നയിച്ചിരുന്നു. കാരണം പാർട്ടിക്കുള്ളിലെ രഹസ്യങ്ങൾ പുറത്തേക്ക് പോകുന്നു എന്നുള്ള ഒരു ആരോപണമായിരുന്നു ബിന്നി ഇമ്മട്ടിക്കെതിരെ അനൂപ് ഡേവിസ് കാട ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ ഈ അനൂപ് ഡേവിസ് കാടയ്ക്ക് സ്വർണ്ണ വ്യാപാരികളുമായിട്ടുള്ള ബന്ധവും, അതോടൊപ്പം ഈ ഏരിയ കമ്മിറ്റി ഓഫീസിനുള്ളിൽ വെച്ച് ഈ പല സ്വർണ്ണ വ്യാപാരികളുമായും ഇടപാട് നടത്തുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ അവിടെ വെച്ച് ഒത്തുതീർപ്പുകളിലൊക്കെ നടത്തുകയും ചെയ്യുന്ന സംഭവത്തിൽ പാർട്ടി കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണമെന്നുള്ള കാര്യവും, അതോടൊപ്പം ഈ കരുവന്നൂർ കേസിലെ മുഖ്യ പ്രതിയായിട്ടുള്ള സതീശനുമായിട്ടുള്ള ബന്ധവും മറ്റ് പല ഇടപാടുകളെ കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ക്രിപ്റ്റോ കറൻസിയിലെ ആ ഒരു കേസിലെ മലപ്പുറം ഈ പൂക്കോട്ടുപാടം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിലെ പ്രതിയായിട്ടുള്ള യുവാവിനെ വിദേശത്തേക്ക് കടത്തുവാൻ സഹായിച്ചതിൽ ഈ അനൂപ് ഡേവിസ് കാടയ്ക്ക് പങ്കുണ്ട്. അനൂപ് ഡേവിസ് കാട ഇതിനു വേണ്ടി പണം കൈപ്പറ്റിയിരുന്നു എന്നൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ട് ഒരു പരാതി അത് കൃത്യമായും ബിന്നി ഇമ്മട്ടി ഉന്നയിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഈ ജില്ലാ കമ്മിറ്റിയിലേക്ക് ഈ പരാതി എത്തുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത്. ഏരിയ കമ്മിറ്റിയിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ജില്ലാ കമ്മിറ്റിക്ക് ഇതിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കേണ്ടി വന്നത്. എന്തായാലും അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച സ്ഥിതിക്ക് അനൂപ് ഡേവിസ് കാടയ്ക്കെതിരെ കൂടുതൽ ആരോപണങ്ങൾ പല ഭാഗത്തു നിന്നും ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ കരുവന്നൂർ കേസിൽ അനൂപിന്റെ പങ്ക് എന്താണ് എന്നുള്ള കാര്യവും അന്വേഷിക്കുന്നുണ്ട്. ED നിരന്തരമായി അനൂപിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിരുന്നു. പലതവണയായി EDക്ക് മുന്നിൽ ഈ സതീശനുമായിട്ടുള്ള ബന്ധം എന്താണെന്നും അതോടൊപ്പം തന്നെ ഈ കരുവന്നൂർ കേസിൽ എന്താണ് പങ്ക് എന്നുള്ള കാര്യവും ഈ ശേഖരിച്ചിരുന്നു. ED അതിന്റെ വിവരങ്ങളൊക്കെ ശേഖരിച്ചിരുന്നു. എന്തായാലും AC മൊയ്തീന്റെ, മുൻ മന്ത്രിയായിട്ടുള്ള AC മൊയ്തീന്റെ വിശ്വസ്തനാണ് കോർപ്പറേഷൻ കൗൺസിലറും യുവ നേതാവും കൂടിയായിട്ടുള്ള അനൂപ് ഡേവിസ് കാട. അതോടൊപ്പം തന്നെ ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ EP ജയരാജനെ കരുവന്നൂർ കേസിലേക്ക് മനോജാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.